ഹായ് ഓൾ. കേരള സെറ്റ് എക്സാം കൊമേഴ്സിലെ യൂണിറ്റ് 1 മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസിലെ മൊഡ്യൂൾ 1 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്, അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഏരിയാസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള 3 ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാരി പാർക്കർ ഫോളറ്റിൻ്റെ, ഹെൻറി ഫയോളിൻ്റെ, FW ടൈലറിൻ്റെ ഡെഫിനിഷൻസാണ്. മാരി പാർക്കർ ഫോളറ്റ് ഡിഫൈൻസ് മാനേജ്മെൻറ്റ് ആസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഹെൻറി ഫയോളിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ്. FW ടൈലർ ഡിഫൈൻസ് മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ദ ചീപ്പസ്റ്റ് മാനർ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 ടേംസാണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും. ഈ 2 ടേംസും എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്നെസ് ഇൻ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡൂയിങ് ദ റൈറ്റ് ടാസ്ക്, കംപ്ലീറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവിങ് ഗോൾസ്. അത് റൈറ്റ് ടാസ്കും ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ എഫക്റ്റീവ്നെസ് ആണെന്ന് പറയാം. ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി മീൻസ് ഡൂയിങ് ദ ടാസ്ക് കറക്റ്റ്ലി ആൻഡ് വിത്തിൻ മിനിമം കോസ്റ്റ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാസ്ക് കറക്റ്റായിട്ട് ചെയ്യുക, വിത്ത് മിനിമം കോസ്റ്റിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ എഫക്റ്റീവ്നെസ് പറഞ്ഞാൽ അച്ചീവിങ് ഗോൾസ് ആണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടാസ്ക് കറക്റ്റായിട്ട് ചെയ്യുക വിത്ത് മിനിമം കോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അതിനെ എഫിഷ്യൻസി എന്നും പറയുന്നു. ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് ടോട്ട് എന്ന് പറയുന്നത്. ഒരു 3 രീതിയിൽ പറയുന്നുണ്ട്. ക്ലാസിക്കൽ അപ്രോച്ച്, നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, മോഡേൺ അപ്രോച്ച്. ഈ രീതിയിലാണ് മാനേജ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. ക്ലാസിക്കൽ അപ്രോച്ചിൽ 3 ഉണ്ട്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി അല്ലെങ്കിൽ അതിനെ ജനറൽ മാനേജ്മെൻറ്റ് തിയറി എന്ന് പറയും, പിന്നെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ്. നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ ഹ്യൂമൻ റിലേഷന്, ബിഹേവിയറൽ സയൻസും ആണുള്ളത്. മോഡേൺ അപ്രോച്ചിൽ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്, കണ്ടിൻജൻസി അപ്രോച്ച്. ഇത്രയാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി, അതിൽ ഫസ്റ്റ് വണ്ണാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത് FW ടൈലറാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഓർക്കുക, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക FW ടൈലർ എന്ന്. ഇപ്പോൾ ടൈലർ എന്നുള്ളതുകൊണ്ട് ഈ ഒരു തിയറിയെ ടൈലറിസം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇനി FW ടൈലറിൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് ദ പ്രിൻസിപ്പിൾ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സീരീസ് ഓഫ് ആർട്ടിക്കിളാണ് പബ്ലിഷ്ഡ് ഇൻ ദ അമേരിക്കൻ മാഗസീനിലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബുക്കാണ് എ പീസ് റേറ്റ് സിസ്റ്റം, നോട്ട്സ് ഓൺ ബെൽറ്റിംഗ്, ഓൺ ദ ആർട്ട് ഓഫ് കട്ടിംഗ് മെറ്റൽസ് എന്ന് തുടങ്ങിയിട്ടുള്ളത്. അതൊക്കെ ഓർത്ത് വയ്ക്കുക. ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബെസ്റ്റ് വേ ടു ഡു എ ജോബ് എന്നുള്ളതാണ്. ഈ ബെസ്റ്റ് വേ ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സയൻറ്റിഫിക് സ്റ്റഡിയൊക്കെയാണ് ഈ ഒരു തിയറിയിലൂടെ ടൈലർ നോക്കുന്നത്. നമുക്ക് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നോക്കാം. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഫസ്റ്റത്തത് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. ഇവിടെ സയൻറ്റിഫിക് ഇൻക്വയറി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് ബെസ്റ്റ് മെത്തേഡ് ടു മാക്സിമൈസ് എഫിഷ്യൻസി, അല്ലാണ്ട് റൂൾ ഓഫ് തമ്പ് അല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഇവിടെ വർക്കേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ നല്ലൊരു ഹാർമണി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. അതായത് കോമ്പറ്റീഷൻ, ഇപ്പോൾ വർക്കേഴ്സും മാനേജ്മെൻറ്റും അല്ലെങ്കിൽ വർക്കേഴ്സും എംപ്ലോയീസും തമ്മിലൊരു കോമ്പറ്റീഷന് പകരം അവിടെ എന്താണ് നല്ലൊരു കോമ്പറ്റീഷൻ എന്നുള്ള ടേം റീപ്ലേസ് ചെയ്ത് അവിടെ കോപ്പറേഷൻ എന്നുള്ളത് കൊണ്ടുവരാനാണ് FW ടൈലർ നോക്കിയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഇവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വർക്കേഴ്സിൻ്റെ ട്രെയിനിങ്ങിനാണ്. അതായത് ടു ഇംപ്രൂവ് ദെയർ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ ക്യാപ്പബിലിറ്റീസ്. വർക്കേഴ്സിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് ഫിസിക്കലി, മെൻ്റലിയും ഇൻ്റലക്ച്വലി അവരുടെ ക്യാപ്പബിലിറ്റീസ് ഇമ്പ്രൂവ് ആക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഈച്ച് ആൻഡ് എവരി പേഴ്സൻ്റെ എന്ത് ചെയ്യുക, അവരുടെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ എഫിഷ്യൻസിയും പ്രോസ്പെരിറ്റിയും ഡെവലപ്പ് ആക്കുക എന്നുള്ളതാണ് FW ടൈലർ നെക്സ്റ്റ് ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്. ഇനി ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഒരു ഫാക്ടറി സിസ്റ്റം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോർമാൻ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആയിരിക്കും ആ ഒരു എൻറ്റയർ പ്രൊഡക്ഷൻ്റെ പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്.
അപ്പോൾ ഈ ഒരു ഫോർമാൻ അല്ലെങ്കിൽ സൂപ്പർവൈസർക്ക് അതിന് ഫിറ്റായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും നമുക്കൊരു വ്യക്തിയിൽ സിംഗിൾ പേഴ്സണിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് ടൈലർ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ത്രൂ 8 പേഴ്സൺസിലൂടെയാണ് അദ്ദേഹം ഇത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 8 പേഴ്സൺസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ടൈലർ ഫാക്ടറി മാനേജറെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാനിങ് ഫംഗ്ഷൻ എന്നും എക്സിക്യൂഷൻ ഫംഗ്ഷൻ എന്നും. അപ്പോൾ പ്ലാനിങ് ഫംഗ്ഷനെ ഇതിനെ പ്ലാനിങ് ഇൻചാർജ് എന്നും എക്സിക്യൂഷനെ പ്രൊഡക്ഷൻ ഇൻചാർജ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫാക്ടറി മാനേജറെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. പ്ലാനിങ് ഇൻചാർജ് എന്നും പ്രൊഡക്ഷൻ ഇൻചാർജ് എന്നും. അതിൽ പ്ലാനിങ് ഇൻചാർജിൽ 4 ആളുകളാണ് വരുന്നത്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. അങ്ങനെ 4 ആളുകളാണ് അവർ അതിൽ വരുന്നത്. ഇവരുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ വർക്കേഴ്സ്, സ്പെസിഫൈ ദ റൂട്ട് ഓഫ് പ്രൊഡക്ഷൻ, പ്രിപ്പയർ ടൈം ആൻഡ് കോസ്റ്റ് ഷീറ്റ്, എൻഷുർ ഡിസിപ്ലിൻ റെസ്പെക്റ്റീവ്ലി തുടങ്ങിയവയാണ്. ഇനി പ്രൊഡക്ഷൻ ഇൻചാർജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലും 4 ആളുകൾ വരുന്നുണ്ട്. അവരുടെ പേര് ഓർത്ത് വയ്ക്കുക. സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ തുടങ്ങിയിട്ടുള്ളവയാണ്. ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ടൈംലി ആൻഡ് അക്യുറേറ്റ് കംപ്ലീഷൻ ഓഫ് ജോബ്, കീപ്പിംഗ് മെഷീൻസ് ആൻഡ് ടൂൾസ് എക്സെട്ര റെഡി ഫോർ ഓപ്പറേഷൻസ് ബൈ വർക്കേഴ്സ്, എൻഷുർ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് മെഷീൻസ് ആൻഡ് ടൂൾസ് ആൻഡ് ചെക്ക് ക്വാളിറ്റി ഓഫ് വർക്ക് തുടങ്ങിയിട്ടുള്ളവയാണ്. ഈ 8 ഫോർമാൻ്റെ അണ്ടറിലാണ് വർക്ക്മാന് വരുന്നത്. നെക്സ്റ്റ് ടെക്നിക്കാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. വർക്കിനെ സ്റ്റാൻഡർഡൈസ് ആക്കുക, അതുപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി തുടങ്ങിയിട്ടുള്ള ടേംസാണ്. ഫസ്റ്റ്ലിയാണ് മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇസ് ടു ഫൈൻഡ് ഔട്ട് വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദ ജോബ്. ഒരു ജോബ് ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് വേ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡിയിലൂടെ നോക്കുന്നത്. നെക്സ്റ്റാണ് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡിയിലൂടെ സ്റ്റഡി ചെയ്യുന്നത് അൺനെസസറി മൂവ്മെൻറ്റ്സ്, ഇപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അൺനെസസറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ലിഫ്റ്റിംഗ്, പുട്ടിങ് ഒബ്ജക്ട്സ്, സിറ്റിംഗ്, ചേഞ്ചിങ് പൊസിഷൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എടുത്ത് നോക്കുമ്പോൾ അതിൽ അൺനെസസറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് എങ്ങനെ ജോബ് ലെസ് ടൈമിൽ എഫിഷ്യൻ്റ്ലി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കുന്ന സ്റ്റഡിയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ടൈം സ്റ്റഡി എന്ന് പറയുമ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരു ജോബ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ജോബ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം എത്രയെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ടൈം മെഷറിംഗ് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഒരു എലമെൻറ്റ് ഓഫ് ടാസ്കിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റാണ് ഫാറ്റിക് സ്റ്റഡി. ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ടയേർഡ്നെസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഫിസിക്കലി ആൻഡ് മെൻ്റലി ടയേർഡ്നെസ്സിൽ അയാൾക്ക് എത്രത്തോളം റെസ്റ്റ് ടൈം വേണം എന്നൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഫാറ്റിക് സ്റ്റഡി സീക്സ് ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവെൽസ് ഇൻ കംപ്ലീറ്റിംഗ് എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവെൽസ് വേണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന സ്റ്റഡിയാണ് ഫാറ്റിക് സ്റ്റഡി. നെക്സ്റ്റ് ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. അത് അദ്ദേഹം രണ്ടായിട്ട് വർക്കേഴ്സിനെ ക്ലാസിഫൈ ചെയ്തു. എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നവരും ഇന്നെഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നവരെന്നും. അവരുടെ സ്റ്റാൻഡേർഡ് ടൈമും അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം അവരെ എഫിഷ്യൻ്റ് ആണോ ഇന്നെഫിഷ്യൻ്റ് ആണോ എന്നുള്ള രീതിക്ക് തിരിച്ചത്. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് റിവാർഡ് കൊടുക്കുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹൈ പേയ്മെൻറ്റ്, ഹൈ വേജ് എന്നുള്ള രീതിക്ക് അദ്ദേഹം കണ്ടു. ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് ലോ വേജ് എന്നുള്ള രീതിക്കാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്കിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലോസറി ഓഫ് സം ടേംസ് ഓഫ് മോഡേൺ പ്രൊഡക്ഷൻ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ്, ലീൻ മാനുഫാക്ചറിങ്, കൈസൺ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 6 സിഗ്മ. ആ ഒരു ടേം അല്ലെങ്കിൽ ഒരു അപ്രോച്ച് കണ്ടുപിടിച്ചത് ഡെമിങ് ആണ്. അതിലുള്ളൊരു ടേമാണ് DMAIC. അതിൻ്റെ ഫുൾ ഫോം ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ് ആൻഡ് കൺട്രോൾ എന്നാണ്. അപ്പോൾ ആ ഒരു ടേം ഓർത്ത് വയ്ക്കുക.